പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുസ്തകപ്പുഴം ജീൻ വാൽജിന്റെ 3-ാം ഭാഗത്തേക്ക് സ്വാഗതം. ജീൻ വാൽജിൻ അതിസാഹസമായി കടലിലേക്ക് ചാടി മരണത്തോട് ഏറ്റുമുട്ടിയത് കൊസാറ്റ് എന്ന കുഞ്ഞിനെ കണ്ടുപിടിക്കുവാനാണ്. തെനാർദിനും ഭാര്യയും കൊസാത്ത് എന്ന 10 വയസ്സുകാരി പെൺകുട്ടിയെ അതികഠിനമായി പണിയെടുപ്പിക്കുന്നു. ജീൻ വാൽജിൻ കൊസാത്തിനെ കാണുന്നത് ഇരുട്ടത്ത് വെള്ളപ്പാട്ടയുമായി ആയാസപ്പെട്ട് നടക്കുന്നതായിട്ടാണ്. അനാഥയായി നരകിച്ചിരുന്ന ആ കൊച്ചു പെൺകുട്ടിയെ നെഞ്ചോട് ചേർക്കുമ്പോൾ മാത്രമാണ് ജീൻ വാൽജിൻ ജീവിതത്തിൽ ആദ്യമായി സ്നേഹമെന്തെന്ന് അറിഞ്ഞത്. അവർ രണ്ടുപേരും പാരീസിലേക്ക് ഒളിച്ചോടി. വർഷങ്ങളോളം ഒളിച്ചും പാത്തും അവർ അവളെ ഒരു രാജകുമാരിയെ പോലെ വളർത്തി. കാലം കടന്നുപോയി. കൊസറ്റ് ഒരു സുന്ദരിയായ യുവതിയായി. അവൾ മാരിയസ് എന്ന വിപ്ലവകാരിയായ യുവാവുമായി പ്രണയത്തിലായി. മകൾക്ക് തന്നേക്കാൾ വലുത് മാരിയസ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ അച്ഛൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. എങ്കിലും അവളുടെ സന്തോഷത്തിനായി അവൻ ആ പ്രണയത്തിന് കൂട്ടുനിന്നു. പെട്ടെന്നാണ് പാരീസിൽ വലിയൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. മാരിയസ് വിപ്ലവത്തിന്റെ മുന്നണിയിൽ തോക്കുകളുമായി ഇറങ്ങി. മാരിയസിന് എന്തെങ്കിലും സംഭവിച്ചാൽ കൊസറ്റ് തകർന്നു പോകുമെന്ന് മനസ്സിലാക്കിയ ആ നല്ല അച്ഛൻ ചോര തിളക്കുന്ന യുദ്ധക്കളത്തിലേക്ക് മാരിയസിനെ രക്ഷിക്കാനായി ഓടിയെത്തി. വിപ്ലവകാരികൾ തങ്ങളുടെ ശത്രുവായ ഇൻസ്പെക്ടർ ജാവേറിനെ പിടികൂടി. അയാളെ കൊല്ലാനുള്ള അനുവാദം ജീൻ വാൽജിങ്ങിന് നൽകി. എങ്കിലും അയാളെ രഹസ്യമായി അഴിച്ചുവിട്ട് രക്ഷപ്പെടാൻ അനുവദിച്ചു. ഒരു കുറ്റവാളിയുടെ ഈ വലിയ കാരുണ്യം ജാവറിന്റെ കഠിന മനസ്സിനെ ഉലച്ചു കളഞ്ഞു. വിപ്ലവം പരാജയപ്പെട്ടു. മാരിയസ് വെടിയേറ്റ് ബോധരഹിതനായി വീണു. ജീൻ വാൽജിൻ ചോരയൊലിക്കുന്ന ആ യുവാവിനെ പോലീസിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ പാരീസ് നഗരത്തിന്റെ അടിയിലുള്ള ശ്വാസം മുട്ടിക്കുന്ന അഴുക്ക് ചാലിലൂടെ മൈലുകളോടെ നടന്ന് രക്ഷപ്പെടുത്തി. മാരിയസ് സുഖം പ്രാപിച്ചു. അയാളും കൊസറ്റും തമ്മിലുള്ള വിവാഹം ഭംഗിയായി നടന്നു. തന്റെ സമ്പത്ത് മുഴുവനും ജീൻ വാൽജിൻ അവർക്ക് നൽകി. എന്നാൽ താൻ ഒരു കുറ്റവാളിയാണെന്ന സത്യം മകളുടെ ഭർത്താവിനോട് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. എന്നാൽ ചില തെറ്റിദ്ധാരണകൾ കാരണം ജീൻ വാൽജിനെ കൊസറ്റിൽ നിന്നും അകറ്റി നിർത്തി. തൻ്റെ ജീവനായ മകളെ കാണാൻ കഴിയാതെ ആ മുറിയിൽ തനിച്ചിരുന്ന് ജീൻ വാൽജിൻ രോഗബാധിതനായി മരണത്തോടടുത്തു. ഒടുവിൽ അഴുക്ക് ചാലിലൂടെ തൻ്റെ ജീവൻ രക്ഷിച്ച പുണ്യാളൻ ജീൻ വാൽജിൻ ആണെന്ന യാഥാർത്ഥ്യം മാരിയൂസ് തിരിച്ചറിയുന്നു. വലിയ കുറ്റബോധത്തോടെ മാരിയസും കോസറ്റും ജീൻ വാൽജിന്റെ അടുത്തേക്ക് ഓടിയെത്തി. ബിഷപ്പ് നൽകിയ ആ വെള്ള മെഴുകുതിരികളുടെ മങ്ങിയ വെളിച്ചത്തിൽ മകളുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ആ വൃദ്ധന്റെ മുഖത്ത് വലിയൊരു സമാധാനമുണ്ടായിരുന്നു. മോളെ, സ്നേഹമാണ് ഈ ലോകത്തിൽ ഏറ്റവും വലുത്. പരസ്പരം സ്നേഹിക്കുന്നവരുടെ മുഖത്ത് നമ്മൾ ദൈവത്തെയാണ് കാണുന്നത്. അവസാനമായി ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഒരു വിശുദ്ധനെ പോലെ സമാധാനത്തോടെ ജീൻ വാൽജിൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മുടെ ദേഷ്യപ്പെടലൊന്ന് മാറ്റിവെച്ചാൽ, ക്ഷമിക്കാൻ പഠിച്ചാൽ, ഒന്ന് ചേർത്ത് പിടിക്കാൻ പഠിച്ചാൽ, ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ നമുക്കും മാറ്റിമറിക്കാൻ സാധിച്ചേക്കും എന്ന സന്ദേശത്തോടെ നിങ്ങളുടെ സ്വന്തം പുസ്തകപ്പുഴം.